ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2422. ഇന്ന് ഓഗസ്റ്റ് മാസം 18-ാം തീയതി, ഈ ആണ്ടിലെ 230-ാമത്തെ ദിവസത്തിലെത്തി. യേശു തന്നെ തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചതായിരുന്നു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹ ആകുന്നു എന്ന ഉത്തരം ആ പന്തിരുവർക്ക് വേണ്ടി അവരെ പ്രതിനിധീകരിച്ച് പങ്കുവച്ചത് പത്രോസാണ്. ഇതെങ്ങനെയാണ് പത്രോസിന് കണ്ടെത്താൻ പറ്റിയത്? ഒരു ഗുരുവിനെ കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്ന ഘടകം ഏതാണ്, എന്താണ്? അതുകൊണ്ട് വളരെ കൃത്യമായി യേശു അവനോട് ചുരുക്കി പറയുന്നുണ്ട്. പത്രോസിനോട്, യോനായുടെ പുത്രനായ ശെമവോനെ എന്ന് പേര് വിളിച്ചിട്ട്, നീ കാര്യം കണ്ടെത്തിയത് നിന്റെ അറിവുകൊണ്ടല്ല, മാംസരക്തങ്ങളല്ല ഇത് നിന്നെ കൊണ്ട് പറയിപ്പിച്ചത്, മറിച്ച് എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ആത്മാവാണ്. ബന്ധങ്ങൾ ഊഷ്മളമാകുന്നത് ബന്ധങ്ങളുടെ കണ്ടെത്തലുമൊക്കെ സംഭവിക്കുന്നത് മാംസരക്തങ്ങൾ കൊണ്ട് അല്ല എന്ന് ക്രിസ്തു അടിവരയിട്ട് പറയുകയാണ്. മാംസരക്തങ്ങൾ എന്ന് പറയുന്നത് ശാരീരികമായ ഒരു മാധ്യമമാണ്. ചെറിയ പ്രായത്തിലൊക്കെ നമ്മുടെ ബന്ധങ്ങൾ, കൗമാരത്തിലെ വ്യാമോഹങ്ങളും മോഹങ്ങളും, യൗവനത്തിലെ ചില പ്രണയമൊക്കെ മാംസരക്തങ്ങൾ എന്ന് പറയുന്ന മാധ്യമത്തിനകത്ത് സംഭവിച്ചിട്ടുള്ളതാവാം. സമപ്രായക്കാരുടെ സൗഹൃദമൊക്കെ ചിലപ്പോൾ മാംസരക്തങ്ങളാൽ ബദ്ധമാകാം. കുഞ്ഞു മക്കളൊക്കെ പറയുന്നത് പോലെ ഫ്രീക്വൻസിക്കോ ചിന്താ സമാനതയ്ക്കോ ഇണങ്ങിയ ആളുകളെ ഓരോരുത്തരും തങ്ങളുടെ സൗഹൃദത്തിലേക്ക്, കൂട്ടുകെട്ടലിനകത്തേക്കൊക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. പക്ഷെ കുറച്ചുകൂടി മുതിരുമ്പോൾ അറിയാം, അല്ലെങ്കിൽ കുറച്ചുകൂടി മുതിർന്നവർക്കറിയാം, ബന്ധങ്ങൾ നിർണയിക്കുന്നത് ഇത്തരം ബാഹ്യ രൂപങ്ങളല്ല, ഇത്തരം ഘടകങ്ങളല്ല, ഇത്തരം ചെറിയ യുക്തിബോധവുമല്ല. അതിനേക്കാളും അപ്പുറത്താണ്. മനുഷ്യരോട് ആദരവ് തോന്നുന്നതും, മനുഷ്യരോട് സ്നേഹം തോന്നുന്നതും, മനുഷ്യരോട് അനുഭാവം തോന്നുന്നതും ഒന്നും മാംസരക്തങ്ങൾ കൊണ്ടല്ല. അത് നമ്മെ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മുടെ മീതെ വീശിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലുകൊണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവാണ് ഈ ബന്ധങ്ങളെയൊക്കെ നിർണയിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ബന്ധങ്ങൾക്കുള്ളിലും നാം സൂക്ഷിക്കേണ്ട ഒരു അടിസ്ഥാന വിചാരം ഇതാണ്: ദൈവത്തിന്റെ ആത്മാവാണ് ഈ ബന്ധങ്ങളെ ഇങ്ങനെ രൂപപ്പെടുത്തുന്നതും ബന്ധങ്ങളെ ബലപ്പെടുത്തുന്നതും ബന്ധങ്ങളുടെ കണ്ടെത്തലിലേക്ക് നമ്മെ നയിക്കുന്നതും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ജാഗ്രതയില്, ധ്യാനത്തില്, മൗനത്തില് ബന്ധങ്ങളെ നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോകണ്ടേ? പ്രാർത്ഥനയോടുകൂടി ആമേൻ.